നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പുതിയ എപ്പിസോഡ് ആരംഭിക്കാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മലയാളികൾക്ക് എപ്പോഴും അഭിമാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിന് വിശിഷ്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ ആദരിക്കേണ്ടത്, അവരുടെ ജന്മവാർഷികങ്ങൾ, ചരമവാർഷികങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ, ആധുനിക കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ ഈ കവിത്രയങ്ങളിൽ ഒരാളായ എന്താണ് ഈ ഒരു മലയാള സാഹിത്യത്തിന്റെ കാൽപ്പനികതയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു കവി ശ്രീ കുമാരൻ ആശാന്റെ ചരമവാർഷികമാണിന്ന്. ശ്രീ കുമാരൻ ആശാന്റെ 95ാമത് ചരമവാർഷികമാണിത്. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാരണം മലയാള സാഹിത്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന, കാൽപ്പനികതയ്ക്ക് അടിത്തറയിട്ട ഒരു മഹത് വ്യക്തിത്വമാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു സന്യാസിയാകാൻ ആരംഭം കുറിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം തേടി അതിനുശേഷം ശിഷ്യനെ ബാക്കിയുള്ള ദേശങ്ങളിലേക്ക് അയച്ച് പഠിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവായിരുന്നു. തീർച്ചയായിട്ടും കുമാരനാശാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഒരു സന്യാസിയാകാനായിരുന്നു. അപ്പൊ അത്തരം ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു രീതിയിലേക്ക് വഴിതെളിച്ചു വിട്ടത്, അല്ലെങ്കിൽ ബംഗളൂരുവിലും കൊൽക്കത്തയിലും എല്ലാം പോയി പഠിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലുള്ള വലിയ വലിയ റിഫോമേഴ്സിനെ കണ്ട് കീറ്റ്സിനെയും ടെന്നിസിനെയും ഒക്കെ വായിച്ച് ഒത്തിരി അധികം ഫോർമേറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയാസ്. അതുകൊണ്ട് തന്നെ വിപ്ലവകരമായ മനോഹരമായ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും വന്നപ്പോൾ കേരളം ശരിക്കും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. വീണയായിട്ടും പ്രരോദനമായിട്ടും ചണ്ടാല ഭിക്ഷുകിയായിട്ടും നളിനിയായിട്ടും, അതെ, ചിന്താവിഷ്ടയായ സീതയായിട്ടും ഒക്കെ. കാരണം സീതയുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്ന മലയാളിയെ ബോധിപ്പിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു കുമാരനാശാൻ എന്ന് പറയുന്നത്. ഇത്രയ്ക്കും ഗാംഭീര്യതയുള്ള, ഇത്രയ്ക്കും ഗ്രാവിറ്റിയുള്ള കഥാപാത്രങ്ങളുടെ ആ ഒരു വിലാപം വളരെ രസകരമായി എഴുതിയിട്ടുള്ള വേറൊരു കവി മലയാളത്തിനില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ധൈര്യമായി സംസാരിക്കാം ശ്രീ കുമാരനാശാനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കവിതാ ശകലങ്ങളെ കുറിച്ച് ഒക്കെ നമുക്ക് സംസാരിക്കാം ആദ്യ സെഗ്മെന്റിന് ശേഷം. ഹായ്, ഞാൻ അംജു. അങ്കമാലിയിലാണ് നമ്മുടെ ബൊട്ടിക്കിൻ്റെ പേര് ലാഡോറിസ് എന്നാണ്. സോ ഇതൊരിക്കലും ഞാനൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യായിരുന്നു, കോർപ്പറേറ്റ് ഫീൽഡിലായിരുന്നു ഞാൻ. സോ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഡ്രസ്സ് ഒരിക്കലും ഞാൻ റെഡിമെയ്ഡ് പോയി പർച്ചേസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഞാനൊരു ഓൺലൈൻ പേജ് സ്റ്റാർട്ട് ചെയ്തു. സോ ആ പേജിന് ഭയങ്കര പ്രൊമോഷൻസ് ഒക്കെ കിട്ടി, എൻക്വയറീസ് ഒരുപാടായി. അപ്പോൾ എനിക്ക് തോന്നി ഇനി ജോലി റിസൈൻ ചെയ്യാം, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ്സിലോട്ട് ശ്രദ്ധിക്കാമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് അത്ര മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ അങ്കമാലി പോലൊരു പ്ലേസിൽ ആർക്കും ഇങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ച് പോലും അറിയില്ലായിരുന്നു. എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയിരുന്നു. സോ അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് റെഫറൻസ് ആയിരുന്നു. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ബ്രൈഡൽ വർക്ക്സ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, ബ്രൈഡൽ, പിന്നെ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ആ കൈൻഡ് ഓഫ് വർക്ക്സ് ആയിരുന്നു നമ്മൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് നോർമൽ ആൾക്കാരും, ഇനീഷ്യൽ കൺസെപ്റ്റ് എപ്പോഴും ആൾക്കാരുടെ അവിടെ ബ്രൈഡൽ ഡ്രസ്സസ് മാത്രമേ കിട്ടുള്ളൂ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഷോപ്പ് മാത്രമായിരുന്നു അന്നായിരുന്നു. പിന്നീട് കോളേജ് ഗോയിങ് സ്റ്റുഡൻസും അങ്ങനെ നോർമൽ ആൾക്കാർ ഡെയിലി വെയറും ചോദിച്ചു വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. സോ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. കാരണം ബ്രൈഡൽ എൻക്വയറി മാത്രമാണ് നമുക്ക് വരിക, നോർമൽ ആൾക്കാരിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു. ഡേ ബൈ ഡേ നമ്മുടെ ബിസിനസ് കൂടി, നോർമൽ ആൾക്കാർ അറിയാൻ തുടങ്ങി, വാക്കിൻസ് കൂടി. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലൊരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എറണാകുളത്ത് ഒരെണ്ണം പുതിയത് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രാഞ്ചസ് കൂടി വരികയാണ്.
ബ്രൈഡൽ എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ഒരുപക്ഷെ ബ്രൈഡ് മാത്രമായിരിക്കും വരിക. പിന്നീട് ബ്രൈഡിൻ്റെ ഫാമിലി, ദ ഹോൾ സെറ്റ് ഓഫ് ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ഹോൾ സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മേ ബി എല്ലാവരും ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് വരുന്നത് ഒരു തീം ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഫ്രം സോഴ്സിങ് ഓഫ് ദ ഫാബ്രിക് തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുന്ന വരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യവും, ബിക്കോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കസ്റ്റമറോട് ചോദിച്ച് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും, അതായത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇതിൽ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും കളറിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് ദെൻ ആൻഡ് ദർ അവിടെ കറക്റ്റ് ചെയ്തിട്ടാണ് പോവാറ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുകൊണ്ട് മാത്രമാണ്. വൺസ് ഡ്രസ്സിന് ഓർഡർ തന്നിട്ട് പോയി എൻഡ് ഓഫ് ദ ഡേ ആണ് അവർ ഡ്രസ്സ് കാണണമെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സോ ഇൻ ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് നമ്മുടെ ഡിസൈനേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഞാനായിട്ടായിട്ടും ആണെങ്കിലും എപ്പോഴും കോൺടാക്റ്റിലുണ്ടാവും. നമ്മൾ ഓരോ സ്റ്റേജസിലും ഹാൻഡ് വർക്ക് തുടങ്ങുമ്പോൾ ഈവൻ ഇനീഷ്യലി നമ്മൾ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി വൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ വൈറ്റ് ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും ഡൈ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സോ ആ ഡൈയിങ് മുതൽ കസ്റ്റമർക്ക് ഫാബ്രിക് ഫസ്റ്റ് വന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഡൈക്ക് ശേഷം കാണുന്നുണ്ട്, ഹാൻഡ് വർക്കിൻ്റെ ഓരോ സ്റ്റേജസിലും കാണുന്നുണ്ട്, നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ട്രയൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഡെലിവറിക്ക് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു 0% കസ്റ്റമർ ഇഷ്യൂസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് മാത്രമാണ്. എഗെയിൻ നമ്മൾ ബ്രൈഡൽ മാത്രമല്ല, ബാപ്റ്റിസം ആണെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ക്യാൻഡിൽ മുതൽ എല്ലാ ആ ഹാള് എല്ലാ കാര്യത്തിനും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്താണ് ചോദിക്കുക, നിങ്ങൾ എന്ത് തീമാണ് അതിന് കൊടുക്കേണ്ടത്, അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ്. ബാപ്റ്റിസം ആണെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെ കൊട്ട മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തു നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ആ ഹോൾ ഫാമിലിക്ക്. എഗെയിൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ വെച്ചാൽ പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്സിനും എല്ലാവരും വരുന്നുണ്ട്. അതായത് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് അവർക്കൊരു 1 ടൈം യൂസ് ആയിരിക്കുള്ളൂ. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരൊരു ടൈമിൽ ഷൂട്ടിന് ഡ്രസ്സ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കും. അതൊരു ഹാഫ് പേയ്മെൻറ്റെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ തന്നെ റിട്ടേൺ എടുക്കുകയാണ്. അത് കസ്റ്റമേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഈ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഒരിക്കലും അവർക്ക് ഡെയിലി ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റില്ല. സോ അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എല്ലാവരും പറയണത്. എഗെയിൻ നമ്മുടെ ഇവിടെ ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഇനി ഒരു കസ്റ്റമർക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെവി ഡ്രസ്സാണെങ്കിൽ അവർക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക, നമ്മളോട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? യെസ്, നമ്മളിവിടെ തിരിച്ചെടുക്കുന്നുണ്ട്. നമ്മളതിന് അവരുടെ യൂസേജ് കഴിയുമ്പോൾ ഒരു 1 ടൈം യൂസ് ആയിരിക്കും, നമ്മളത് തിരിച്ചെടുക്കുന്ന കേസസും ഉണ്ട്. സോ അതൊക്കെ വളരെ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ദേ ആർ ടെല്ലിങ് ലൈക്ക് ദിറ്റ്സ് വെരി യൂസ്ഫുൾ. ബിക്കോസ് ഒരു മണി വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ ബഡ്ജറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോവാം. തുടങ്ങുന്ന സമയത്ത് ഒരുപാട്, അതായത് ഇനീഷ്യൽ 1 ഇയർ, ഇപ്പോൾ 2 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ആയി. 1 ഇയറിലെല്ലാം ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, സോ ഇത് ബിസിനസ്സാണ്, ഇത് ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും എനിക്കറിയായിരുന്നു, ഈവൻ ഇനീഷ്യൽ സ്റ്റേജസിൽ എത്രയൊക്കെ ലോസ് വന്നാലും ഇത് 1 ഡേ ഇറ്റ് വിൽ ബി ഇൻ എ പ്രോഫിറ്റ് ലൈൻ. അവിടെ ഇനീഷ്യലി നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്, എപ്പോഴും നമ്മൾ നോക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ബിസിനസ് ആവുമ്പോൾ ലോസ് ഉണ്ടാവും. പക്ഷേ അവിടെ ഞാൻ ഫസ്റ്റ് ഇയറിൽ തളർന്നു പോയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അതാണ് എനിക്ക് ഈ ഷോപ്പും ഇത്രയും 2-3 ബ്രാഞ്ച് ആവാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞത്, നഷ്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജിൽ ഞാൻ ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ലായിരുന്നു. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഓർഡേഴ്സ്, അതായത് എത്ര നമുക്ക് മുമ്പുണ്ടായിരുന്ന കസ്റ്റമർ ആണെങ്കിൽ കൂടെയും ലേബേഴ്സിൻ്റെ ഭയങ്കര, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ പെർഫെക്ഷനിൽ കിട്ടുന്ന വർക്കേഴ്സ് വളരെ മിനിമലാണ്. അതുകൊണ്ട് സോ ഓർഡേഴ്സ് നമ്മളെപ്പോഴും
ടൈം, അതായത് ഭയങ്കര ഡിലേ ഇട്ടാണ് എടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 15 ഡേയ്സിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമുക്കൊരു 30 ഡേയ്സ് 45 ഡേയ്സ് ടൈം ലൈൻ കൊടുത്തിട്ട് മാത്രമാണ് ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. സോ അത് കുറച്ചും കൂടെ മാൻ പവർ കൂട്ടിയിട്ട് അതും ഫിനിഷിങ്ങിലുള്ള വർക്കേഴ്സിനെ കൂട്ടി പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ടിവിറ്റി അല്ല, എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം, മീൻസ് മാക്സിമം ഓർഡേഴ്സ് എത്തിക്കാൻ പറ്റുക എന്നുള്ളതൊരു ഭയങ്കര ഒരു കൺസേൺ ആണ് ഇപ്പോഴത്തെ. നമുക്കെപ്പോഴും വോക്ക് ഇൻ കസ്റ്റമേഴ്സ് ഭയങ്കര കുറവാണ്. മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൺലൈൻ കസ്റ്റമേഴ്സാണ്, NRI കസ്റ്റമേഴ്സ്. അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ അക്രോസ് കേരള ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പുറത്ത് മാത്രമാണ് നമ്മൾ ഷിപ്പിങ്ങിന് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഒരു 90% ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത് NRI കസ്റ്റമേഴ്സാണ്. ആരും നമ്മളെ കാണുന്ന പോലും ഇല്ല. നമ്മളുടെ പേജിൽ എൻക്വയറി വരുന്നു, അവിടെ നിന്ന് സംസാരിച്ച് നമ്മൾ ഡിസൈൻസ് അയച്ചു കൊടുത്ത് ഓൺലൈൻ മെഷർമെൻറ്റ്സ്, നമ്മളൊരു വീഡിയോ കോൾ ചെയ്യും, നമ്മുടെ ഡിസൈനേഴ്സും കസ്റ്റമറുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് അവിടെ നിന്ന് മെഷർമെൻ്റ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പല ബ്രൈഡ്സും എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, നമ്മളിവിടെ എയർപോർട്ടിന് ഭയങ്കര നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇറങ്ങി നേരെ വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. അതാണ് ഈ എങ്ങനെ എത്ര ഓൺലൈൻ മെഷർമെൻറ്റ്സ് വന്നിരുന്നാലും കൂടെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും നാളത്തെ ഇതിനിടയിൽ നമുക്കൊരു ഓൾട്രേഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വന്നിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ് പാർട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഓരോ പാർട്ടും ഇൻ ആൻഡ് ഔട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ മമ്മി, പപ്പ, ഹസ്ബൻഡ്, മക്കൾ, ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തുടങ്ങിയ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം എന്നെ പിടിച്ചു നിർത്തി എന്നെ ഇത്ര എത്തിച്ചത് എൻ്റെ ഫാമിലി തന്നെയാണ്. എല്ലാ ബൊട്ടിക്സിലെയും പോലെ നമ്മളിവിടെ ഡ്രസ് സ്റ്റിച്ചിങ്, ഡിസൈനിങ് അത് മാത്രമല്ല ചെയ്യുന്നത്. നമ്മളിവിടെ അപ്കമിങ് മോഡൽസിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് ന്യൂലി ഈ കരിയറിലോട്ട് വരുന്ന കുട്ടികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ ഒരു ഫോട്ടോഷൂട്ട് കോൺടെസ്റ്റ് നടത്തും. സോ അതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് നമ്മളിവിടുന്ന് നമ്മുടെ കോസ്റ്റ്യൂംസ് കൊടുക്കും. അത് മാത്രമല്ല, നമ്മൾ ഇവരെ ഇനി മുന്നോട്ടുള്ള ഓരോ ഫോട്ടോഷൂട്ട് കോൺടെസ്റ്റിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഫോട്ടോഷൂട്ടിലും ഇവരായിരിക്കും നമുക്ക് വേണ്ടി അപ്പയർ ചെയ്യുക. പല കുട്ടികളും മോഡലിംഗ്, ചെറിയ കുട്ടികൾ മുതൽ കിഡ്സ് മുതൽ വലിയ പ്രായമായ 30 എബോവ് ഉള്ള ഹൗസ് വുമൻസ് വരെ നമ്മുടെ കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മോഡൽസും. നമ്മളുടെ ഓരോ ഷോസിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആഡ്സിലും എല്ലാത്തിലും മോഡൽസായിട്ട് വരുന്നത് നമ്മൾ തന്നെ കോൺടെസ്റ്റിൽ എടുത്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന. എഗെയിൻ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഉടനെ തന്നെ ഒരു ഗ്രൂമിങ് ക്ലാസ്സസ് വരുന്നുണ്ട്. റെജി ഭാസ്കർ നടത്തുന്ന ഒരു ഗ്രൂമിങ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറേ പേർക്ക്, ഒരു 50 പേർക്ക് നമ്മുടെ ഗ്രൂമിങ് ക്ലാസ്സിലിരിക്കാം. അതിൽ നിന്ന് തന്നെ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന 10-10-ലധികം മോഡൽസ് ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ ആഡ്സിലും നമ്മുടെ ഷോസിലും. ഇനി നമ്മൾ വരാൻ പോകുന്ന ഒരു ബിഗ് ഈവൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഇതിലെല്ലാം നമ്മളുടെ ഷോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവരായിരിക്കും.